അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം മകൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട കോഴിക്കോട് താമരശ്ശേരി അടിവാരം സ്വദേശിനിയായ സുബൈദ എന്ന് പറയുന്ന 53 വയസ്സുകാരിയായ ഉമ്മ, ആ ഉമ്മയുടെ ആ ഒരു ശരീരം കണ്ടിട്ട്, ആ കൊല്ലപ്പെട്ട ശരീരം കണ്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ വരെ ഞെട്ടിപ്പോയി എന്നാണ്. അവർക്ക് വരെ വല്ലാത്ത അത്ഭുതമായി തോന്നിയെന്നാണ്. ഒരു മകനാണ് ഒരു ഉമ്മയെ ഇത്ര ക്രൂരമായി വെട്ടിയിരിക്കുന്നത്. ഒന്നും രണ്ട് തവണയല്ല, 20ലധികം തവണ ആ ഉമ്മാനെ വെട്ടിയിട്ടുണ്ടത്രേ. 20ലധികം വെട്ടുകൊണ്ട പാട ഉമ്മയുടെ കഴുത്തിലും തലയിലുമൊക്കെ ആയിട്ടുണ്ട് എന്ന്. തല വേർപിടാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പിടുത്തത്തിലാണത്രേ ആ ഉമ്മയുടെ തല നിൽക്കുന്നത്. ഒരു ഉമ്മയോട് മകൻ ചെയ്ത ക്രൂരതയാണ് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മ ഈ മകനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ആ ഉമ്മയുടെ അയൽവാസികളൊക്കെ പറയുന്നത് കേൾക്കണം. ആ ഉമ്മ എത്രത്തോളമാണ് ആ മകനെ സ്നേഹിച്ചത് എന്ന്. ചെറുപ്പത്തിൽ തന്നെ ഈ മുഹമ്മദ് ആഷിഖിൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയതാണത്രേ. ഈ ആഷിഖിന് 1.5 വയസ്സുള്ള സമയത്താണത്രേ ഈ ആഷിഖിൻ്റെ ഉപ്പ ഉമ്മയെയും ഈ മകനെയും ഉപേക്ഷിച്ച് പോകുന്നത്. പിന്നെ ഈ ഉമ്മ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ ഉമ്മയുടെ മനസ്സിലുള്ള ചിന്ത, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ പൊന്നുപോലെ വളർത്തണം, ഈ മകന് വേണ്ടി ജീവിക്കുക, ഈ മകനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തിക്കുക, എനിക്ക് വേറെ ജീവിതമോ വേറെ സുഖമോ ഒന്നും വേണ്ട, ഈ മകനെ നന്നായി വളർത്തണം എന്നുള്ള ചിന്തയോടുകൂടെ പിന്നെ ആ ഉമ്മ കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ മകനെ പഠിപ്പിക്കുന്നതും വലുതാക്കുന്നതും ഒക്കെ. മകൻ പറയുന്നതൊക്കെ ഉമ്മ വാങ്ങിച്ചു നൽകുമായിരുന്നു. ഏക മകനാണ്, ഇനി തനിക്ക് വേറെ ആരുമില്ല എന്നുള്ള ആ ഉമ്മയുടെ ആ ഒരു തോന്നൽ, താൻ ജീവിക്കുന്നത് തൻ്റെ മകന് വേണ്ടിയാണ് എന്നുള്ള ആ ഉമ്മയുടെ തോന്നൽ, അമിതമായി ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ മോനാണ്. മോൻ പറയുന്നതൊക്കെ വാങ്ങി നൽകി. അവന് വലുതായിട്ടും അവന് +2 ഒക്കെ കഴിഞ്ഞ് അവന് പിന്നീട് ആക്റ്റീവ് വേണമെന്ന് പറഞ്ഞു. ഉമ്മ ആക്റ്റീവ് വാങ്ങിച്ചു കൊടുത്തു. അടുത്ത കാലത്ത് അവന് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ആ ഉമ്മ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ടുണ്ടാക്കുന്ന ക്യാഷ് കൊണ്ടാണ് ഇവനിതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത്. കറങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ, ടൂർ പോകണമെന്ന് പറയുമ്പോൾ അതിനുള്ള ക്യാഷ് ഉമ്മ പലയിടത്തുനിന്ന് കടം വാങ്ങിയിട്ടും എങ്ങനെയായാലും മകൻ്റെ ഒരാഗ്രഹത്തിനും ആ ഉമ്മ എതിരായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഉമ്മയെയാണ് ഈ മകൻ ഇങ്ങനെ ക്രൂരമായി, വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അവനതിലൊരു കുറ്റബോധം തോന്നുന്നില്ല എന്ന്. അവന് വെട്ടി കൊലപ്പെടുത്തിയിട്ട് നാട്ടുകാർ ചോദിക്കാൻ വന്നപ്പോൾ ആ കത്തി അങ്ങ് കഴുകിയിട്ട്, ആ കൊടുവാൾ അങ്ങ് കഴുകിയിട്ട് വീടിന് മുന്നിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തിട്ട്, ഇതാ നിങ്ങളുടെ കൊടുവാൾ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് ഒരു കൂസലും ഇല്ലാതെ അവൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾക്ക് അവൻ പ്ലെയിൻ കിസ് നൽകുക. അവനൊരു കൂസലും അവനില്ല. എന്താണ് അവൻ്റെ ആ മനസ്സിലുള്ള ആ ഉമ്മയോടുള്ള ദേഷ്യം, വൈരാഗ്യം, ലഹരി വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിവന് ആദ്യം ഒരു തവണയൊന്നും അല്ല കേട്ടോ. ഇപ്പം ഉമ്മാനെ പലതവണവും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴായി ഉമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉമ്മയുടെ അയൽവാസികൾ പലപ്പോഴായി ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. മകനടിച്ചിട്ട് പലതവണ കൊല്ലാൻ വേണ്ടി ഇവൻ കൊടുവാളുമായി ഉമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അന്ന് ഉമ്മ ഓടി അടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആ ഉമ്മ ആ മോനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ആയിരുന്നു ഈ സുബൈദ എന്ന് പറയുന്ന ആ ഉമ്മയുടെ മകനോടുള്ള സ്നേഹം. ഇങ്ങനെയൊക്കെ പലതവണ തന്നോട് ചെയ്തിട്ടും ആ ഉമ്മ മകനെ വിശ്വസിച്ചിരുന്നു. മകൻ്റെ സ്വഭാവം മാറുന്നതിന് വേണ്ടി അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി. അവിടെ നിന്ന് ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവന് വേണ്ടി പണിയെടുത്ത് ഉമ്മ ആകെ രോഗിയായി മാറി. ഉമ്മക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. അതിൻ്റെ വേദനയും അതിൻ്റെ പ്രയാസവും ഒക്കെ ആയിരുന്നു. അതിൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഇവൻ്റെ ഈ ക്രൂരത. അപ്പോഴും ആ ഉമ്മയുടെ മനസ്സിലെ വേദന, തൻ്റെ മകനൊന്ന് നന്നായി കാണണം, ഞാനൊന്നും മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകനൊന്ന് നന്നായി കാണണം എന്നുള്ളൊരു ചിന്തയോടുകൂടെ ജീവിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഉമ്മയാണ് ഈ സുബൈദ എന്ന് പറയുന്ന ഈ 53 വയസ്സുകാരിയായ ഉമ്മ. നല്ല പ്രായത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടും മകന് വേണ്ടി ജീവിച്ച, മകനെ മാത്രം കണ്ട് ജീവിച്ച ആ ഉമ്മ. എന്നിട്ട് ആ ഉമ്മ, ഈ വേദന സഹിച്ച് കിടക്കുന്ന ഉമ്മ, തൻ്റെ വീട്ടിൽ നിൽക്കാൻ ചെറിയൊരു മടിയുള്ളത് കൊണ്ട് തൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഒന്നാമത് സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല ഈ മകൻ്റെ സ്വഭാവം എപ്പോഴാണ് എങ്ങനെയാണ് ആവുക എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെയാണ് സഹോദരിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ആ സഹോദരിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഈ മകൻ ഈ ക്രൂരതയൊക്കെ ചെയ്തത്. നാം ആ സഹോദരിയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും ആ ഉമ്മാക്കൊരു പ്രശ്നം തോന്നിയില്ല. ആ ഉമ്മ സ്നേഹത്തോടു കൂടെയാണ് ആ മകനെ സ്വീകരിച്ചത്. വന്നോട്ടെ, അവൻ വന്ന് വീട്ടിൽ വന്ന് ബാത്റൂമിലൊക്കെ പോയി. അന്ന് 4 ദിവസത്തെ ടൂർ കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് അവൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് അവൻ വരുന്നത്. അവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് കിടന്നുറങ്ങിയതാണ്. അടുത്ത ദിവസം
ഉമ്മ നേരം പുലർന്നപ്പോൾ ഈ സഹോദരി, ഉമ്മയുടെ സഹോദരി, അവരിങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പണിക്കൊക്കെ പോയി ജീവിക്കുന്നവരാണ്. അവർ അടുത്ത വീട്ടിലേക്ക് പണിക്ക് പോയി. ആ സമയത്ത് ഉമ്മ മോനോട് സ്നേഹത്തോടെ ചോദിച്ചതാണ്, മോനെ 4 ദിവസമായില്ലേ കറങ്ങാൻ പോയിട്ട്, മോനെ വേണ്ടാത്തതിലൊന്നും പോയി ചാടിയിട്ടില്ലല്ലോ, മോൻ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, എൻ്റെ പൊന്നു മോൻ അത്തരം കാര്യങ്ങളൊന്നും പോയി പെട്ടരുതേ എന്ന് സ്നേഹത്തോടെ ഒരു ഉമ്മ ഉപദേശിച്ചതിനാണ് അവന് അത് സഹിക്കാൻ കഴിഞ്ഞത്. എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്താണ് അവൻ അടുത്ത വീട്ടിൽ പോയിട്ട് തേങ്ങ പൊതിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ അവനൊരു തേങ്ങയായി കണക്കാക്കി, ഉമ്മയുടെ തല. എന്നിട്ട് അവൻ പോയി വന്ന് ആ ഉമ്മയുടെ കഴുത്തിലും തലയിലുമൊക്കെ വെട്ടിയെന്ന, മരണം ഉറപ്പായിട്ടും വീണ്ടും അവൻ വെട്ടി എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളമാണ് അവൻ്റെ മനസ്സിലെ ക്രൂരത. ഈ ക്രൂരതയിലേക്ക് എത്താനുള്ളൊരു കാരണം ഒന്നവൻ്റെ വാപ്പയാണ്. വാപ്പ കുട്ടിക്ക് ജന്മം നൽകി, അല്ലെങ്കിൽ 1.5 വയസ്സുള്ള സമയത്ത് ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോയ വാപ്പ ഒന്നാം പ്രതിയാണ്. വാപ്പ തന്നെയാണ് ശരിക്ക് കുട്ടികളെ ഒരു വിവാഹം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാക്കി ഉപേക്ഷിച്ച് പോവുക. അതൊക്കെ എത്രത്തോളം മോശമാണ്. ഇവരുടെ ജീവിതം അന്വേഷിക്കേണ്ട, കുട്ടിയുടെ ജീവിതം അന്വേഷിക്കേണ്ട. എന്തായാലും അതിൽ ഒരു കാരണക്കാർ ആ കുട്ടിയുടെ പിതാവ് ആരാണ് വെച്ചാൽ അതാണ്. പിന്നെ രണ്ടാമതായി, ആ കുട്ടിക്ക് നൽകിയ അമിത സ്വാതന്ത്ര്യമായിരിക്കാം. ഉമ്മ ഏക മകനല്ലേ എന്ന് കരുതി നൽകിയ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ സ്വാതന്ത്ര്യം, അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ നൽകി. പിന്നീട് അവൻ കോഴിക്കോട് ഒരു ഓട്ടോമൊബൈൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ അവനെ കൊണ്ടാക്കുന്നു. അവിടെ വെച്ചാണ് ഈ ഒരു ലഹരിക്ക് അവൻ അഡിക്റ്റ് ആകുന്നത്. അതേ തുടർന്നാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്നാണല്ലോ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് നമ്മളെ മരിക്കാൻ കാലത്ത് നമ്മളെ നോക്കും, വയസ്സാകുമ്പോൾ നമ്മളെ നോക്കും എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് എൻ്റെ മകനല്ലേ, അവൻ എന്നെ നോക്കാനുള്ളവനല്ലേ, എൻ്റെതെല്ലാം അവനല്ലേ എന്നൊക്കെ കരുതിയിട്ട് മക്കൾക്കൊന്നും അമിതമായി നൽകരുത്. ശ്രദ്ധിക്കുക, അമിതമായി നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്നേഹിക്കണം, പക്ഷെ എല്ലാ സ്നേഹവും ഇങ്ങനെ തുറന്നിങ്ങനെ കാണിക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാനുള്ള കാരണമാവും. ഇതേപോലൊരു സംഭവമല്ലേ 1 വർഷം മുമ്പ് നമ്മളെ കുന്നംകുളത്ത് വടക്കേക്കാട് സംഭവിച്ചത്. അബ്ദുള്ള, അതുപോലെ ജമീല എന്ന് പറയുന്ന വല്യപ്പയെയും വല്യമ്മയെയും മുന്ന എന്ന് പേരുള്ള പേരമകൻ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ആരും മറന്നു കാണില്ല. അതും ഇതേ സംഭവമായിരുന്നു. അവൻ്റെ ഉപ്പയും ചെറുപ്പത്ത് ഉപേക്ഷിക്കുകയോ, ബെസ്റ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, മരണപ്പെടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തു. ഉമ്മാനെ വേറെ കെട്ടിച്ചു. പിന്നെ ഇവനെ നോക്കി വളർത്തിയത് ഈ വല്യപ്പയും വല്യമ്മയാണ്. അവന് വേണ്ടുന്നതെല്ലാം നൽകി സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തി. വല്യമ്മയും ഈ വല്യപ്പയും, അവർക്ക് വേറെ മക്കളുണ്ട്. മക്കൾ പലപ്പോഴും അവരങ്ങോട്ട് വരും, ഞങ്ങൾ വീട്ടിൽ താമസിക്കാമെന്നൊക്കെ പറയുമ്പോഴും വേണ്ട, ഞങ്ങൾ വന്നാൽ പിന്നെ മുന്നേ ഒറ്റയ്ക്കാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുന്നയെ വളരെ സ്നേഹിച്ച് വളർത്തിയതാണ്. പാപ്പില്ലാത്ത കുട്ടിയല്ലേ, ഉമ്മ വേറൊടത്തല്ലേ എന്നൊക്കെ കരുതി സ്നേഹിച്ച് വളർത്തിയതാണ്. അവസാനം ആ പേരമകൻ്റെ കൈകൊണ്ട് തന്നെ ആ വല്യപ്പയും ആ വല്യമ്മയും കൊല്ലപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ. അതും ഏകദേശം ഇതേപോലെ തന്നെയാണ്. കഴുത്ത് അറുത്തിട്ടൊക്കെ അള്ളാഹുവേ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ. നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. മക്കളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടതൊക്കെ നൽകണം. പക്ഷേ നമ്മൾ നൽകുന്നത് കൊണ്ട് മക്കൾ വഴിതെറ്റി പോവരുത് എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. നമ്മുടെ അമിത സ്നേഹം കാരണം, നമ്മുടെ അമിത ലാളന കാരണം നമ്മുടെ മക്കൾ ഒരിക്കലും വഴികേടിലാവരുത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.